ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ജിനീഷ് അല്ലേ. ജിനീഷ്, സ്വാഗതം. ആദ്യത്തെ സിനിമയാണ് അല്ലേ? ഫസ്റ്റ് പടമാണ്. എന്താണ് ഡോക്ടർ ബെന്നറ്റിലെ ഒരു ക്യാരക്ടർ എന്താണ്? അതിൽ 4 വില്ലന്മാരാണ് അതിനകത്തുള്ളത്. അതിലൊരു വില്ലനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഹീറോയുടെ അനിയനായിട്ട് കയറിയത് ഞങ്ങൾ. പക്ഷെ അവൻ ഹീറോയും ഞാൻ വില്ലനായി. അതായത് ഇതിലെ ജിൻസ്, നമ്മുടെ ഇതിലെ ഹീറോ ഡോക്ടർ ബെന്നറ്റായിട്ട് അഭിനയിക്കുന്ന ജിൻസിന്റെ അനിയനാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ, ഈ അഭിനയം താല്പര്യമുണ്ടോ അതോ ചേട്ടൻ? ഉണ്ട്. ഞങ്ങൾ ഒരു സ്കൂളിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് ഡ്രാമയാണ് ഞങ്ങൾ മെയിൻ. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്. ഞാൻ ഏറ്റവും ഇളയത് ജിൻസിന്റെ ചേട്ടൻ. ഞങ്ങൾ 3 ചേട്ടനുണ്ട്. ഓക്കെ. ചേട്ടനും അഭിനേതാവാണോ? ചേട്ടൻ ബിസിനസ് ആയിട്ടാണ്. ഓക്കെ. ഞങ്ങൾ പണ്ടേ 5ാം ക്ലാസ് തൊട്ടേ നാടകമാണ്. അത് ജിൻസും ജിനീഷും നിങ്ങൾ രണ്ടുപേരും അഭിനയത്തിലാണ്. പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഡ്രാമ ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസത്തിൽ ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇതിന്റെ ഡയറക്ടർ സാവു സാറ് കാസർഗോഡ് വരികയും ആദ്യം ജിൻസുമായിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഡ്രാമക്കാരെല്ലാം കൂടി പുള്ളി പരിചയപ്പെട്ടു. പുള്ളി ഒരു 1.5 കൊല്ലത്തോളം കാസർഗോഡ് പുള്ളി പറഞ്ഞു. പുള്ളി വേറെ ഒരു തയ്യോക്കായി ബന്ധപ്പെട്ട കുറച്ച് പ്ലാൻസ് ഒക്കെ സിനിമയായിട്ട് വന്നത്. അപ്പോൾ അതിൽ പുള്ളിയായിട്ട് ഭയങ്കരമായി. പിന്നെ ഓരോ ലൊക്കേഷൻ കയറി ഫുൾ. പിന്നെ ഒരു 1.5 കൊല്ലം ഒരു കുടുംബം പോലെയായിരുന്നു. അവിടെ തന്നെയാണ്. കാസർഗോഡ് എവിടെയായിട്ടാണ്? കാഞ്ഞങ്ങാടൊക്കെ. ഇവളിപ്പോ കാസർഗോഡ് ഒരുപാട് സിനിമകൾ ഇപ്പൊ കാസർഗോഡ് ഉണ്ട്. പണ്ട് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്ന ഒരു നാടായിരുന്നു. കാസർഗോഡ് തന്നെ കുറെ കലാകാരന്മാര് വരുന്നു. ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത അവിടെയാണ്, കാസർഗോഡാണ്. പക്ഷെ അവിടെ പിന്നെ കുറെ ചെലവ് അധികമായി. അവിടെ അങ്ങനെ ചെലവ് അധികം. പിന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് സിനിമ ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് രണ്ടാമത് ഈ കഥ കയറി വരും. അങ്ങനെ ജിൻസ് നായകനായി. അപ്പോൾ നമുക്ക് നല്ല റോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു? ഇതൊരു ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എങ്കിലും സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു ലോകമാണല്ലോ. അപ്പൊ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? ശരിക്കും പറയാൻ ഭയങ്കര ഒരു ശരിക്കും ഒരു പേടി തന്നെയായിരുന്നു എങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഡയറക്ടറായിട്ട് ഈ 1.5 കൊല്ലം പരിചയം കൊണ്ട് പുള്ളിയായിട്ട് ഭയങ്കര മാനസായിട്ട് അടുത്തായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നന്നാകുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി തന്നെ അതിന്റെ ആത്മവിശ്വാസം തന്നെ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഇതില് വില്ലമേഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ നായകനായിട്ട് എങ്ങനെയാണ്? സ്വന്തം ചേട്ടനായിട്ട് എതിര് നിൽക്കുന്ന കഥാപാത്രമാണോ? അങ്ങനത്തെ സീൻസ് ഉണ്ടോ നിങ്ങൾക്ക്? സീൻസ് ഉണ്ട്. പക്ഷെ അവസാനം കഥ പറയുന്നില്ല. അല്ല, എങ്കിലും ഞാൻ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ സ്ക്രീനിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അറിയാതെ ചിരി വരാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അങ്ങനെ പക്ഷെ ഞങ്ങള് ഡ്രാമ കളിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് ഡ്രാമ. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു ഇപ്പോഴും ഒരു ഡ്രാമയില് ഞാൻ വില്ലനാണെങ്കിൽ അടുത്ത ഡ്രാമ ചിലപ്പോൾ അവൻ വില്ലനായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിൽ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയായിട്ടായിരുന്നു കോമ്പിനേഷൻ? നസീർ, പിന്നെ ഷാജോൾ, അവരൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അവർക്ക് ഒരു സീനിയറിൽ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു? പക്ഷെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ഇതെല്ലാം അവർ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം. ഡയലോഗ് പ്രസന്റേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഡ്രാമ ചെയ്യുന്നവരല്ലല്ലോ, അതിനൊക്കെ അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഈ കാസർഗോഡ് ഇപ്പൊ കുറെ സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷൂട്ട് കാണാൻ പോവുക, അങ്ങനെ അതിലൊക്കെ ഒരു അവസരങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാസർഗോഡ് ഇപ്പൊ സിനിമ കുറെ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് തിങ്കളാഴ്ച നിശ്ചയം മുതൽ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ. ഞങ്ങള് സിനിമ ഒരു ലക്ഷ്യമായിട്ട് പോയിട്ടില്ല. ഡ്രാമ തന്നെയായിരുന്നു മെയിൻ. കാരണം നമ്മൾക്ക് അതിലേക്ക് പോകാൻ നമുക്ക് പോയിട്ടില്ല. കാരണം ഒരു +2 ഡിഗ്രി കോട്ടയത്താണ് പഠിച്ചത്. ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് അടിച്ചായിരുന്നു നാടകത്തിന്. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഈ ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ പിന്നെ നമ്മൾ ആ നാട്ടിലെ എന്തെങ്കിലും ഫംഗ്ഷനും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നാടകം കളിക്കുന്നല്ലാതെ ഒരു നാടകം തുടങ്ങി ഒരു 3 മാസം 4 മാസമൊക്കെ റിഹേഴ്സൽ കൊണ്ടുവരും. അങ്ങനെയല്ലാതെ പിന്നെ ഇതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ഷൂട്ട് നടക്കുന്ന അവിടെ പോയി നിൽക്കാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കുറെ ഷൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓർമ്മയിൽ അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും താരങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടതൊക്കെ ഒരു ഓർമ്മ? താരങ്ങളുടെ നമ്മളെ ഈ ബേക്കലക്കോട്ടയിലെല്ലാം ഷൂട്ടുള്ള സമയത്തെല്ലാം കണ്ടിട്ടുണ്ട്. മാധവൻ, തമിഴ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മണിരത്നത്തിന്റെ സിനിമയാണ് തോന്നുന്നത്. മണിരത്നല്ല, ഒരു അലേപ്പായതിയാണോ? കുറെ സിനിമകൾ അവിടെ ഉണ്ട്. മിന്നലെ അവിടെ ബോംബെ ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്കൊണ്ട് ആ സ്ഥലം തന്നെ ഇപ്പോ എനിക്കൊണ്ട് മണിരത്നം ബോംബെയുടെ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യുന്നതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അതൊക്കെയാണ് ഓർമ്മകൾ. അന്നത്തെ ഒരു ഓർമ്മ.
ഇനിയിപ്പോ ഇതിന് വേറെയും സിനിമകളൊക്കെ നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇനി നോക്കാം, ഇത് ഇറങ്ങിയിട്ട് ഇത് ഇറങ്ങിയിട്ടപ്പോ നോക്കുന്നുള്ളൂ? എന്തായാലും തൽക്കാലം ഇപ്പൊ ഇതിലാണ് ഒരു പ്രതീക്ഷ നല്ല വെച്ചേക്കുന്നത്. പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ചേട്ടൻ എന്ന രീതിയിൽ ബെന്നറ്റിന്റെ പെർഫോമൻസ് അല്ല, ഇതില് ഈ ബെന്നറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം ചേട്ടന്റെ ഒരു പെർഫോമൻസ്, ജിൻസിന്റെ പെർഫോമൻസ്, നന്നായിട്ട് ഒതുങ്ങി. കാരണം നിങ്ങൾ നാടകം ചെയ്യുന്ന പോലെയല്ല, ആളൊരു ഒരു നായകനായിട്ട് ഇതിൽ അഭിനയിക്കുകയാണ്. അതൊക്കെ ഒരു പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ തന്നെ. കാരണം അത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം നിമിത്തം പോലെ. കാരണം ഇവൻ ചേട്ടൻ മുടിയൊന്നും നീട്ടി വളർത്താറില്ല സാധാരണ, ഇതിൽ കാണുന്ന പോലെയല്ല. അല്ലല്ല. കാരണം അവനൊരു ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് ഈ മുടിയൊന്നും നീട്ടി വളർത്തില്ല. പക്ഷെ അവൻ ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയോ മുടി നീട്ടിയതാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ എന്നിട്ടും ആ ഒരു മുടി നീട്ടിയ ക്യാരക്ടർ വേണം. അവന്റെ ആ ഒരു ഇതിലേക്ക് ആ ക്യാരക്ടർ വന്നു. പിന്നെ അവൻ ചെയ്യുന്ന ഫീൽഡും അതാണ്, ഒരു ഡോക്ടറുടെ ഇതായതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവിച്ചു. അത് അങ്ങനെ ഒരു നിമിത്തം വന്ന പോലെ തന്നെ ആയിരുന്നു. അവൻ നന്നായി ചെയ്തു. ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതൊന്നുമില്ല, ഒരു ഫീലിംഗ് ഇല്ല. നന്നായിട്ട് ചെയ്തു. അവൻ ഭയങ്കര ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു കൂട്ടായ്മയാണല്ലോ, നിങ്ങളുടെ ശ്രദ്ധിക്കപ്പെട്ടെ. ഇനി തുടർന്നും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു വരാൻ പറ്റട്ടെ. നോക്കാം, നമുക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.